എത്രയും ദയുള്ള മാതാവേ, ഞാനും എന്റെ പിള്ളേരും കൂടി ഒരു നല്ല കാര്യത്തിന് പോവുകയാണ്. ഞങ്ങളുടെ മേൽ ഒരു കണ്ണുണ്ടായിരിക്കണേ. അടുത്തൊരു ബെല്ലോട് കൂടി നാടകം സമാരംഭിക്കുക. ഒന്നും മിണ്ടായിരിക്കേ, ഇത് ഫോൺ അടിക്കുന്ന ശബ്ദമാണ്. ഗോപാലകൃഷ്ണ, എങ്കി പറ, അരമണിക്കൂർ മുമ്പ് പുറപ്പെട്ടു വന്നു. ആ പിത്തക്കാടി വണ്ടി കയറിയാ? ഓ എടാ ഗോപാലകൃഷ്ണൻ, ഇയാളെ ഏതെങ്കിലും മുറിയിട്ട് പൂട്ട്. ഈ കണ്ടീഷനെ കൊണ്ടുപോയാ ചേട്ടാ, ഇത് ജീവൻ മരണ പോരാട്ടമാണ്. ഒരു ചുവട് പിഴച്ചാൽ ഒന്നും രണ്ടുമല്ല 5 പേരുടെ ജീവനാ പോകുന്നത്. ഗോപാലകൃഷ്ണ, അവനോട് പറയേണ്ടത് ഓർമ്മയുണ്ടല്ലോ. അവളെയും കൊണ്ട് നമ്മൾ ഉടനെ പുറപ്പെടുകയാണ്. രാംജി റാവു പറഞ്ഞ അതേ സ്ഥലത്ത്, അതേ കെട്ടിടത്തിന്റെ 4ാമത്തെ നിലയിൽ നിന്റെ അമ്മയും കൊണ്ട് അവനോട് വരാൻ പറ. അവിടെ 3ാമത്തെ നിലയെ കാത്തു നിൽക്കുന്ന രാംജി റാവുന് നമ്മൾ പണം കൊടുക്കുന്നു, അവളെ വാങ്ങിക്കുന്നു. അവളെയും കുട്ടി നേരെ 4ാമത്തെ നിലയിൽ ചെന്ന് നിന്റെ അമ്മയും അവളെയും നമ്മൾ രക്ഷപ്പെടുത്തുന്നു. ഓക്കെ ഓക്കെ. ഹലോ മിടുക്കന്മാർ, എന്റെ ആളുകൾക്ക് മുമ്പേ നിങ്ങൾ അവളെ ഇവിടുന്ന് കടത്തിയല്ലേ? അതെ, അവളിപ്പോ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. ഇനി അവളെ നിനക്ക് വിട്ടു കിട്ടണമെന്നുണ്ടെങ്കിൽ എന്റെ അമ്മയും കൊണ്ട് ഞങ്ങൾ പറയുന്നിടത്ത് നീ വരണം. ശരി, ഞാൻ വരാം. നഗരാതിർത്തിയിൽ ആ കുന്നുംപുറത്ത് കൺസ്ട്രക്ഷൻ നടക്കുന്ന സിവിൽ സ്റ്റേഷന്റെ 4ാമത്തെ നിലയിൽ എന്റെ അമ്മയെ കൊണ്ടുവരണം. സ്റ്റെല്ലയും കൊണ്ട് ഞങ്ങളും അവിടെ വരും. പക്ഷേ പുറപ്പെടുന്നത് എന്റെ ആളുകളോടൊപ്പം ആയിരിക്കണം. അവരവിടെ പുറത്ത് കാത്തു നിൽപ്പുണ്ട്. എന്താ, ഞങ്ങളെ താങ്കൾക്ക് വിശ്വാസമില്ലേ? അവളെ ഞങ്ങൾ തന്നെ അങ്ങോട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞതല്ലേ, പിന്നെന്തിനാ ഇവരെയൊക്കെ ഇങ്ങോട്ട് വിട്ടത്? നോ, ഇനി ഇക്കാര്യത്തിൽ റിസ്ക് എടുക്കാൻ പറ്റില്ല. അവളില്ലാതെ നിങ്ങൾ അവിടുന്ന് പുറപ്പെടില്ല. പുറപ്പെടാൻ അവർ സമ്മതിക്കില്ല. ഹലോ ഹലോ, അതെ, ഒന്നും പറയണ്ട. ആദ്യം അവളെ വിളിക്കേ. അവളെയും കൊണ്ട് ഉടനെ പുറപ്പെടണം. അതിന് അവൾ ഇവിടെ ഉണ്ടായിട്ട് വേണ്ടേ? ആ രാംജി റാവു സ്പീക്കിംഗ് കിഡ്നാപ്പ്. അവള് ഞങ്ങൾ അടുത്ത് തന്നെയുണ്ട്, പക്ഷെ ഇവിടെ അല്ലാന്ന് മാത്രം. നമുക്ക് പോകുന്ന വഴിക്ക് വിളിച്ചോണ്ട് പോവാം. പോരെ? പോരാ, അവളെയും കൊണ്ടല്ല അവിടെ നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അവളെ ഞങ്ങൾ അവിടെ കൊണ്ടുവരാമെന്ന് പറഞ്ഞില്ലേ? പറ്റില്ല എന്ന് ഞങ്ങളും പറഞ്ഞില്ലേ? എന്നാ നീയൊക്കെ കൊണ്ടുപോടാ അവളെ വിടുന്നത്. മിണ്ടരുത്, ഇത് അവരും കൂടി അറിയണോ? മിണ്ടിപ്പോരുന്നാ പറഞ്ഞത്. പ്ലീസ്, ഞങ്ങൾ പറയുന്നൊന്ന് വിശ്വസിക്കണം. ഞങ്ങൾ അവളെ അവിടെ കൊണ്ടുവരാം, ഉറപ്പായിട്ട് കൊണ്ടുവരാം. സത്യം പറഞ്ഞ അവളെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വേറൊരാൾ തട്ടിക്കൊണ്ടുപോയി. ആ, അതല്ലേ ഞാനും പറഞ്ഞത്, രാംജി റാവു സ്പീക്കിംഗ്. അത് പറയാൻ വന്നപ്പോഴല്ലേ നീ വായ? അതെ, രാംജി റാവു തന്നെ തട്ടിക്കൊണ്ടുപോയി. ഇത് അവന് കൊടുക്കാനുള്ള പണമാണ്. ഇതും കൊടുത്ത് അവന്റെ കയ്യിൽ നിന്ന് അവളെ മേടിച്ച് അവിടെ കൊണ്ടുവരാം. പ്ലീസ്, സമയം പോകുന്നു, അതുകൊണ്ടാ. ബാലകൃഷ്ണ, മത്താച്ചേട്ടാ, നിക്കടാ അവിടെ. മര്യാദയ്ക്ക് അവളെ വിളിക്കുന്നുണ്ടോ ഇല്ലയോ? ഇതെന്തൊരു നാശമാണെന്ന് പറ. അവൾ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞില്ലേ? ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല ഇല്ല ഇല്ല. എങ്കിൽ അവൾ ഉണ്ടാകുന്നവരെ വെയിറ്റ് ചെയ്യാം. സർ, അവിടെ ഇരിക്കാനാണ് പറഞ്ഞത്. സർ, സമയം പോകുന്നു. നിന്നോടാണ് പറഞ്ഞത് ഇരിക്കാൻ. മൂവ്. ഇതിനാണല്ലോ ഞാൻ നിനക്ക് മെഴുതി എത്തിച്ചത്. ഞാൻ എവിടെ ഇരിക്കണ്ടേ സാറേ? ഞാൻ എവിടെ ഇരിക്കുന്നു? ഇരിക്കടാ. ഇതെന്താ വേറെ രാംജി റാവു? ആശങ്ക ഇവന്മാർക്ക് ഇവിടെ സ്ഥലം കിട്ടിയുള്ളൂ കിഡ്നാപ്പിംഗ് നടത്താൻ. ചെന്ന് നോക്കി, ഇല്ലെങ്കിൽ അവന്മാർ അതിനെ കൊണ്ട് ഇങ്ങോട്ട് വരും. ആ ശരി. പേടിക്കാനൊന്നുമില്ല, അവര് നേരെ മുകളിലേക്ക് പോയി. സർ, സമയം പോകുന്നു. മിണ്ടരുത്. എടാ പന്നി! ഓ, ഇരിക്കടാ. എനിക്ക് അനങ്ങരുത്. കടക്കടാ പുറത്ത്, കടക്കാൻ. എൽദോ, വെറുതെ അലമുണ്ടാക്കരുത്. ഞങ്ങളുടെ നാടകത്തിന്റെ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞങ്ങളുടെ മെയിൻ നടന്മാരാണ്. ഇവരുടെ കയ്യിലിരിക്കുന്ന കളിത്തോക്കാണ്. കളിത്തോക്ക? മിണ്ടാതിരി. കളിത്തോക്കാണാശനെ. കളിത്തോക്കാണെന്ന് വെച്ച് ഇവരെന്തെങ്കിലും ചെയ്താലുണ്ടല്ലോ ഞങ്ങളുടെ വിധം മാറും. ഇവര് ഞങ്ങളുടെ മെയിൻ ആളുകളാ. ആഹാ, എന്നാ ഈ മെയിൻ പന്തുകളെ തന്നെ ആദ്യം അടിയടാ.
അയ്യോ, പെട്ടെന്ന് മനസ്സിനൊരു ചാഞ്ചാട്ടം വന്നപ്പോ ഊതിക്കിടത്തിയതാ എന്റെ മാതാവേ. ഇങ്ങോട്ട് വരാൻ. വിടടാ. ഇങ്ങോട്ട് വരാൻ. ആ ഞൊണ്ടിക്കാരൻ പിന്നാലെ വരണ്ടോ? എന്തോ അവനവന്റെ കാലം കൊണ്ട് രക്ഷപ്പെട്ടു പോകണടാ. വേഗം പാടാ. എടാ ചെന്നവന്റെ കാല് തന്നെ എടുക്കേ. ആശാമ ഇതെങ്ങനെ ഈ കെട്ടിടം ഇങ്ങനെ പൊളിഞ്ഞത്? ഒളിഞ്ഞതല്ല, പുതിയതായിട്ട് കെട്ടിക്കൊണ്ടിരിക്കുക. ഇതിപ്പോ പടി കയറി ശബരിമലയിൽ ചെല്ലുമല്ലോ. അല്ല, ഈ മഹേന്ദ്രവർമ്മ ലിഫ്റ്റ് ഒന്നും അറേഞ്ച് ചെയ്തിട്ടില്ലേ? ഇതാണ് എനിക്ക് പിടിക്കാത്തത്. ലിഫ്റ്റാ? ആ, മത്താച്ചേട്ടൻ ഇവിടെ തന്നെ നിന്നാ മതി. ഇവിടെ വരുമോ? ആ വരും. ഉദ്ദേശം എത്ര മണിക്കാ? മിണ്ടാതെ നിന്നോളാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ട് വന്നോളാം. പൊന്നപ്പാ, ഇയാളൊന്ന് നോക്കോ. അതെന്തിനാണ് എന്നെ നോക്കാൻ ആളെ നിർത്തിട്ട് പോണത്? ഞാനെന്താ പ്രസവിക്കാറായിട്ടുള്ള പെണ്ണാ? എന്താടാ? എനിക്കും കുറച്ച് ധൈര്യം വേണമായിരുന്നു. ധൈര്യം വേണല്ലേ? എന്നാ ധൈര്യം കുടി. ഇതാ നിന്റെ ശരീരത്തിന് ഇത് തന്നെ അധിക. ഇതങ്ങോട്ട് കുടിച്ചിട്ട് ഒരു ഭാഗത്ത് കിടന്നു. ഓവറായിട്ട് ഛർദിക്കരുത്. കുടി കുടി. ഓ, cheers. ഇനി വേണം വരാം. നിനക്ക് നല്ല കപ്പാസിറ്റി അല്ലടോ. നിന്നെ കാണുന്ന പോലെ ഒന്നും അല്ലല്ലോ. എവിടുന്ന് പഠിച്ചേ നീ ഇത്? ഈ കുപ്പിയിലെ അടപ്പ എവിടെ? അടപ്പാ. ഈ കുപ്പിയിലെ അടപ്പ എവിടെയാണ്? ദേ ഇതല്ലേ അടപ്പ്. അപ്പൊ കുപ്പിയോ? ദേ കുപ്പി. ആ, ആ കൊമ്പമ്മീശക്കാരൻ എന്താ ദിങ്ങനെ നിക്കണേ? ചെന്നാ അടിക്കണവരെ. നിനക്ക് ആരോഗ്യമില്ലെങ്കിൽ അവൻ ഇങ്ങനെ വിടറ. ചാടിച്ചവിട്ട്. അതെവിടുത്തെ പരിപാടി? നിന്നെ എന്നെ മറച്ചിടേ. ഇതെവിടുത്തെ മര്യാദ? നിന്നെ മീശ വെച്ച വലിയ ആളാവുന്ന നിന്റെ വിചാരം? നീ മഹേന്ദ്രവർമ്മയുടെ ആളായാലും റാംജി റാവുന്റെ ആളായാലും നീ മൊത്തം പുല്ലടാ. എന്റെ അടുത്ത നിന്റെ കളി. തലി കൊണ്ടിരിക്കണ പരിപാടി. ഇടങ്കാല് വെച്ച് വീഴ്ത്തുവല്ലടാ പന്നി. നീ എന്നെ ഇടങ്കാല് വെച്ച് വീഴ്ത്തിട്ട് നീ നിന്ന് ചിരിക്കല്ലേ? നിർത്ത് നിർത്ത്, പണ്ട് നിർത്ത്. കിടക്കുന്ന അവന്മാരുടെ കാറ്. ആ, ഇത് അവന്റെ കാർ തന്നെ. ഓ, കാറിനെ തൊഴിച്ച് നിന്റെ കാല് കളയാതെ അവന്റെ കാല് പോയി തല്ലി ഉടക്കി. അവനെവിടെ? ഇതിനകത്തോട്ട് എന്നതാ ഞങ്ങളെ നിനക്ക്. അയ്യോ, അവൻ പോയി അവരടിച്ചടാ. പിന്നെ ഞാൻ പറപ്പിക്കോളാം. അയ്യോ, നമ്മുടെ വീട്ടിലേത്? അടിച്ച് ശരിപ്പെടുത്തണ ഇവരെ. പെട്ടി ഞാൻ പിടിച്ചോളാന്ന് പറഞ്ഞ കേക്കണ്ടേ? എന്തോ അവന്മാര് പോണ്ട. മഹേന്ദ്രവർമ്മ,
മഹേന്ദ്രവർമ്മ. സ്റ്റെല്ല, പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. ബാലകൃഷ്ണ, ഞങ്ങൾ രണ്ടാളും അവന്റെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒട്ടും വൈകിക്കരുത്. നീ ചെല്ലേ. ഓടിക്കോ, കാലൊടിക്കുന്ന കമ്പനിക്കാർ വരണ്ടോ. അപ്പോഴും ഞാൻ പറഞ്ഞ ഒരു ബിൽഡിംഗ് 2 കളി വേണ്ടത്. നിക്കവിടെ. കളിത്തോക്കടുത്ത് മാറ്റാ. പിന്നെ ഈ കളിത്തോക്കോ എന്തോ അടിയടാ ഇവരെ. എന്താണ് എന്തുമാത്രം ആളുകൾ ഇവിടെ ഉണ്ട്. പിന്നെ നീ ഇത് എന്നെ പിടിക്കണേ. നീ എന്തിനാ എന്നെ വട്ടം ചിറ്റിക്കണേന്ന്? നീ പോടാ. ഇങ്ങോട്ട് വാ. നിനക്കെന്താ ഇവിടെ പെട്ടിയ വേണ്ടേ? നിന്റെ മർമ്മത്തൊന്നും നല്ല. അയ്യോ റാം. അവിടെ കിടന്ന് കളിക്കാതെ എഴുന്നേറ്റ് വാടാ. അവന്റെ കാല് തല്ലി ഉടുക്കി വിടണാവനെ. അല്ലേ യുവൻ എവിടെ പോയി? എന്തോ എന്തോ നോക്കിയടാ. ഒരുത്ത പെണ്ണിനെ പിടിക്കുന്നത് കണ്ടില്ലേ? അടിയടാ അവനെ. പെണ്ണു പിടിച്ചു. അടിച്ച് പിള്ളാവനെ. പിന്നെ വന്നോ കയ്യെന്ന് വിടറ. കളിക്കലട പോയിട്ട് പണിയണ്ടാ. വിടറാവനെ. ഞാൻ പുറത്തെ കാല് തല്ലി ഒടുക്കാനുണ്ട്. ഇവിടുന്ന് വരണ്ട. ഇവിടുന്ന് ആളുണ്ട. ഇത് കാശും പെട്ടിയല്ല, ഞാനൊരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ചങ്ങാതി. അയ്യോ റാംജി റാവു സ്പീക്കിംഗ്. ഞാൻ സ്പീക്കിംഗ്. ആശാനെ വേഗം പോയി പിടിയാശാനെ. ആ കാലുകൾ തല്ലിപിടിക്കാൻ എനിക്ക് കൊതിയാകുന്നു. അത് വേണ്ട, നിനക്ക് ഉന്നം തെറ്റും. പണ്ടത്തെ പോലെ എന്റെ കാല് തല്ലി പിടിക്കാറുണ്ട്. നീ പിടി, ഞാൻ അടിക്കാം. ഇന്ന് ആശാനടി, ഞാൻ പിടിക്കാം. അനിയാശാനെ ആശാന്റെ അടി തെറ്റിക്കൊണ്ടേ ആളുകളുടെ താഴെ പോയേ. ആളുകളുടെ താഴെ പോയേ. ഒന്നും വിട്ടാ നമുക്ക് ഡെഡ് ബോഡി കാണാൻ പോടാ. ഒന്ന് വേഗം ആശാൻ. എന്തോ ആ കൂട്ടുകാരനൊക്കെ ചത്തിട്ടുണ്ടെങ്കിൽ അടുത്ത ഞാനാണെന്ന് പറയട്ടാ. പിന്നെ അത് വേണമെങ്കിൽ നീയാണെന്ന് പറഞ്ഞു. എന്തിന്? അതിന്റെ ഗമ നിനക്കിരിക്കട്ടെ. അത് കഴിഞ്ഞിരിക്കട്ടെ.
ആ ഗമ ആശാൻ തന്നെ വെച്ചോ. ആശാന്റെ ഗമയെ പോയി ജയിലിൽ കിടക്കാമല്ലോ. ആ എടാ എഴുതോ, ഞാനൊന്ന് പറയട്ടടാ. ഒന്നും പറയണ്ട, ഞാൻ ആദ്യം അവന്റെ ശവം ഒന്ന് കാണട്ടെ, എന്നിട്ട് പറയാം. ആശാനെ, താഴേക്ക് വിടവന്റെ ശവം കാണാനില്ല ആശാനെ. ഞങ്ങൾ ഈ പരിസരം മുഴുവൻ അരിച്ചു പറിക്ക് നോക്കിട്ട് അവിടെ ഒരു പൊടി പോലും കാണാനില്ല ആശാനെ. എന്തടിയാണ് ആശാൻ അടിച്ചത്? അവൻ അടിച്ച് മേലോട്ട് വിട്ടാ? പതുക്കെ പറ. അടിച്ച് മേലോട്ട് വിട്ടാ? എടാ, ആരുടെ താഴെ പോയത് നീയാണോ? ഞാനല്ല, ആ മഹേന്ദ്രവർമ്മ. വാ, നമുക്ക് നോക്കാം. കാലൊടിക്കുന്ന കമ്പനിക്കാർ ചുറ്റും കൂടിയിട്ടുണ്ടല്ലോ ഗോപാലകൃഷ്ണ. നിങ്ങൾ ഇവിടെ നിൽക്കുക. വാ നോക്കാം. അവന്റെ കാറ്റ് പോയിന്ന് എനിക്ക് തോന്നുന്നു. എന്താ എന്താ പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. മേലേന്ത് പിടിയാ കൂട്ടുകാരൻ ഇതുവരെ താഴേക്ക് എത്തിയിട്ടില്ല. ആ, ഇത് ഇവര് നോക്കിക്കോളും, നമുക്ക് പോവാം. ആ, പോവാൻ പറ്റേ. എന്ത് താഴേക്ക് എത്തിയിട്ടില്ല എന്നാ? ഇല്ലാന്ന്, മേലേന്ന് പുറപ്പെടുകയും ചെയ്ത് താഴോട്ട് എത്തിയിട്ടില്ല. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? നിനക്ക് മനസ്സിലായില്ലേ? അവന്റെ ശവം പോലും കാണാനില്ലെന്ന്. ഈ ആശാൻ അവനെ അടിച്ച് പറപ്പിച്ച് കളഞ്ഞില്ലേ? ആശാന് തൂക്കുകാർ ഉറപ്പാ. അയ്യോ, ഒരയ്യനെ വിളിച്ചിട്ട് കാര്യമില്ല. ബാലകൃഷ്ണ, നീ പോലീസിനെ വിളിക്കുക. ഇയാളെ കയ്യോടെ ഏൽപ്പിക്കാം. അനിയ, ഈ പാതിരാക്ക് എന്തിനാ പോലീസ്? നമുക്ക് തന്നെ ഇത് അവസാനിപ്പിക്കാം. മതിയോ? അപ്പൊ ആശാൻ എന്റെ കാല് തല്ലി ഓടിക്കണ്ടേ? അയ്യോ, എന്തിന്? അനിയന് വേണമെങ്കിൽ ഈ എന്റെ കാല് തന്നെ ഓടിച്ചു. എടാ എഴുതോ, എന്റെ അനിയന്റെ കാലിലേക്ക് തൊട്ടുപോയാൽ കൊന്നുകളി. എന്തിന്? ഇല്ല ശനെ, ഓടിക്കാനുള്ള ശനെ, കാല് പിടിക്കാനുള്ള നമ്മളെ വന്നത്. വേണ്ട, വേണ്ട, കാലൊന്നും പിടിക്കണ്ട. എന്റെ കാല് തല്ലി ഓടിക്കും പറഞ്ഞ ആ ഏരിയയിലെങ്ങനെ വന്നാലുണ്ടല്ലോ അണ്ണാ, എന്റെ കാലിന്റെ കാര്യം കൂടെ പറഞ്ഞു തീർക്കണ്ണ. ഇവന്റെ കാര്യം അപ്പൊ ഞാൻ ഈ കേസ് കുത്തിപ്പോക്കും. പൊക്കും. ഇല്ല, ഇനി ആ ഏരിയയിലേക്കില്ല. കോംപ്ലിമെന്റ്സ്, കോംപ്ലിമെന്റ്സ്, കോംപ്ലിമെന്റ്സ്. എന്തോ എല്ലാം പറഞ്ഞ് കോംപ്ലിമെന്റ്സ് ആക്കി. എന്ത്? എല്ലാം ഒത്തുതീർപ്പാക്കിയെന്ന്. ഇനി എന്റെ അനിയന്റെ മനസ്സ് വാർത്തതിന് മുമ്പ് നമുക്ക് പോകാം. പോവാൻ പറ്റേ. ഈ മേളീന്ന് വീണവൻ എന്താ താഴെ എത്താത്തെന്ന് പറ. ഒന്ന് പോണോ മാപ്പിളെ? എന്താന്ന്? അതുകൊണ്ട് ചേർത്തല്ലേ കോംപ്ലിമെന്റ്സ് ആക്കിയത്. വാടാ, വേഗം വാടാ. ഓ, അങ്ങനെ ഇവന്മാരുടെ ശല്യം ഒഴിഞ്ഞു. വാ. അറിഞ്ഞില്ലേ? എല്ലാം പറഞ്ഞ് കോംപ്ലിമെന്റ്സ് ആക്കി. സ്റ്റെല്ല പൊയ്ക്കുള്ളൂ. അദ്ദേഹത്തിന് ഞാൻ വാക്ക് കൊടുത്തതാണ് നിന്നെ ആ അമ്മയുടെ കയ്യിൽ തിരിച്ചേൽപ്പിക്കാമെന്ന്. ഇതാ സാർ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ മകളെ തിരിച്ചേൽപ്പിക്കുന്നു, ഭദ്രമായിട്ട് തന്നെ. ഗോപാലകൃഷ്ണൻ, ഞാൻ ഇവളെ കൊണ്ടുപോകാൻ വന്നതല്ല. എൻ്റെ ഈ മകളെ നിങ്ങളെ ഏൽപ്പിക്കാൻ വേണ്ടി വന്നാണ്. ഗോപാലകൃഷ്ണൻ ഇവളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയാം. അതിനേക്കാളുമേറെ ഇവൾ ഗോപാലകൃഷ്ണൻ സ്നേഹിക്കുന്നുണ്ട്. വരട്ടെ. മോളെ, ഗോപാലകൃഷ്ണൻ, ഇവൻ എവിടെ പോയി? മത്താച്ചേട്ടാ, എന്താ വരുന്നില്ലേ? എടാ, മേളീന്ന് വീണവൻ ഇതുവരെ താഴേക്ക് എത്തിയിട്ടില്ലല്ലോ. അവ ഇനി വന്നാലോ? വരട്ടെ മത്താച്ചേട്ടാ. അങ്ങനെ വന്നാ ഒരു മൂന്നാം അംഗത്തിൽ വെച്ച് നമുക്ക് അവനെ നേരിടാം. വാ, കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ട് പോയാ പോരെ? വാ.